ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. മുത്തുമണിയാളെ പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ പണിക്ക് ഇറങ്ങുകയാണ് അടിച്ചു വരാനൊക്കെ. അപ്പോത്തിന് മിന്നും എന്ത് കേട്ടിങ്ങനെ പോയി മുറ്റടിച്ചു വരുന്ന പരിപാടി എടുക്കുകയാണ് കേട്ടോ. ഇച്ചൂസിന് സ്കൂളിൽ പോകാണ്ട് അപ്പം ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം കറിയൊന്നുമില്ല. അപ്പം തേങ്ങ ഇട്ടാലും ഓൽക്ക് ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താൽ ഓൽക്ക് നല്ല ഇഷ്ടമാണ്. ഇന്നിപ്പോൾ റിതു സ്കൂൾക്കൊന്നും പോയിട്ടില്ല. റിതുവിൻ്റെ വായിൽ നിറച്ച് മുറിയൊക്കെ ഉണ്ടായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ട്. പുണ്ണാണ് കേട്ടോ. അപ്പോൾ കാക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ തന്നെയാണ് എടുപ്പിടായി എല്ലാ പണികളും എടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ക്ലീനിങ് പരിപാടിയാണ് എടുക്കുന്നത് കേട്ടോ. അകൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം, മാറാലൊക്കെ തൊട്ടണം, ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. എല്ലാവരും ഒന്ന് സ്കിപ്പ് അടിച്ചാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. നിങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞോണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളൊരു വീഡിയോസ് ഇടാൻ എന്നാൽ ഒരുപാട് മെസ്സേജിൻ്റെ വാട്സപ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും. എന്താ അറിയാ വീഡിയോസ് ഇന്ന് കണ്ടില്ലല്ലോ, കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മളെ കുടുംബത്തെ പോലെ കണ്ടിട്ടാണല്ലേ മക്കളെ. ഇന്നലെ ഉമ്മാൻ്റെ ഉമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അവിടെ പോയി പിന്നെ ഒരുപാട് നേരമൊക്കെ വൈകി. അപ്പം പിന്നെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. അതൊക്കെ എന്താ പരിപാടി എന്നായിരിക്കൂലേ. അവിടെ വെള്ളം ചിന്തിയിട്ടുണ്ട്. അപ്പം നമ്മളത് കാണിക്കണ കണ്ടിട്ടേ ഓലും വണ്ടി പോയിക്കാണ്ട് അതോ വടിയെടുത്ത് തുടക്കുക കേട്ടോ. ഇനി അവിടെ നന്നായിട്ട് അടിച്ച് കഴുകാനുള്ള പരിപാടി. അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ ഓലിത് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കും കുട്ടികൾ കേട്ടോ. അപ്പോൾ ഓലും പോയി ചെയ്യണതാണ് അതുപോലെ അവിടുന്ന് എടുത്ത് കൊണ്ടേക്കാണ്ട് തുടച്ച് വൃത്തിയാക്കണതാണ് കേട്ടോ. ഒരു ശീല കഷ്ണം കൊണ്ടൊക്കെ തുടച്ചാൽ മതിലേ. ഞാൻ അങ്ങനെ തുടക്കലില്ല കേട്ടോ. ഇങ്ങനെ ഒരു വടി അതിനായിട്ട് വെച്ചിരിക്കുകയാണ് ഓരോ മൂത്രങ്ങളൊക്കെ തുടക്കാൻ. അപ്പോൾ അത് തുടച്ചിട്ട് ഒരു 2 തുടയൊക്കെ തുടച്ചിട്ട് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും അടിച്ച് വാരി വൃത്തിയാക്കട്ടെ കേട്ടോ. നന്നായിട്ട് കഴുകണം എന്നുണ്ട് അകൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. പിന്നെന്താ രാവിലെ ഒന്ന് പ്രത്യേകിച്ച് നൂൽപുട്ട് തന്നെ ഉണ്ടാക്കിയത്. അത് പെട്ടെന്നാണ് തീർന്നു കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്യാന്നോ, നേരം വെളുത്താൽ കുറേ ഉണ്ടാക്കിയിടും. ഇവരൊക്കെ ഇങ്ങനെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ രണ്ടാമത് ഉണ്ടാക്കാൻ നമുക്കൊരു മടിയാണല്ലേ. ഇന്നിപ്പോൾ ഏതായാലും സേവനവാരത്തിന് ഒരുങ്ങിക്കുക, അടിച്ച് തുടച്ച് വൃത്തിയാക്കാനും മാറാല തട്ടാനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി രണ്ടാമതൊരു അപ്പം ഉണ്ടാക്കാനാവില്ല എഴുതിക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്രെഡും കൂടെ കൊണ്ടിരിച്ചു കേട്ടോ. അപ്പം മക്കൾ ബ്രെഡ് തിന്നാണ്. അതിൻ്റെ അടിയിൽ ഇനി ചെറിയ പണികളൊക്കെ ചെയ്യട്ടെ. അമ്മമാനെ ഒരു ഭാഗത്ത് ഇരുത്തിക്കാണ് കേട്ടോ. ഇരുത്തി അവിടെ ഇരിക്കൂല, ഇങ്ങനെ 4 ഭാഗം നടന്നുകൊണ്ട് നിൽക്കും. എന്താ വെച്ചാൽ വീടും കരുതിയിട്ടേ. അപ്പം പിന്നെ ഇച്ചുമ്മാനെ സ്കൂൾക്ക് പറഞ്ഞേക്കണ തിരക്ക്, ഓളെ സ്കൂൾക്ക് പറഞ്ഞേച്ച് കുറേ തിരുമ്പാണ്ടായി ഓരടാല പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങോട്ട് എടുക്കാമെന്ന് കരുതി മുറ്റടിച്ചു വരാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ പിന്നെ കാക്കു ഓനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വരാമെന്ന് പറഞ്ഞപ്പോഴേ അതിന് നിന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ മുറ്റടിച്ചു വരാൻ നിന്നാൽ ഈ മക്കൾ പുറത്തിറങ്ങി എന്താണെന്നോ ആ താഴേക്ക് പോട്ടോ. അപ്പോൾ ഒരുപാട് തിരുമ്പാനുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ആ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരുമ്പാനൊന്നും നിന്നില്ല. ഇന്നിപ്പോൾ തിരുമ്പാനൊക്കെ നിന്നു. അതാണ് ഇത്ര തോന്നട്ടോ. അല്ലെങ്കിലും ഒരു ദിവസമൊക്കെ തിരുമ്പാൻ എന്നാലും നിങ്ങൾക്ക് അറിയില്ലേ, കുട്ടികളില്ല വീടല്ലേ, ഒരുപാട് തിരുമ്പാനുണ്ടാവും. ഇനിയിപ്പോൾ കാക്കൊക്കെ വന്നിട്ട് മുറ്റടിച്ചോരി അല്ലേ നമ്മൾ ഷെയ്മോള് വൈകുന്നേരം വന്നിട്ട് അടിച്ചോരയൊക്കെ ചെയ്യാമെന്ന് കരുതികാണ്ട് അവിടെ ഇട്ടു കേട്ടോ. അകത്തെ പരിപാടികളൊക്കെ നോക്കട്ടെ കരുതികാണ്ട്. ആ മുൻഭാഗത്ത് നന്നായിട്ട് മാറാലുണ്ട്. അതൊക്കെ കണ്ടോ ആകെ ചളി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്നാണ് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി ഇടട്ടെ കേട്ടോ. അകത്തത്തെ പണി കൊണ്ട് എടുക്കട്ടെ. ബാക്കി ഇനി കാക്കു വന്നിട്ട് ബാക്കിയെല്ലാം കൂടി ഒപ്പിച്ചെടുക്കാമെന്ന് കരുതി. മറ്റേ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയ മക്കളൊക്കെ ഇറങ്ങും കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ അവിടെ ഇങ്ങനെ ഇരുന്നോളൂ. ഇപ്പോൾ ആ ബ്രെഡ് കൊടുത്തോണ്ടേ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ലിനുമ്മ നഴ്സറി പോയിട്ടില്ല. ഒന്നാമത് എനിക്ക് നേരം കിട്ടിയിട്ടില്ല. കാക്കൂർ ഇതും പോയാലോണ്ടേ ഓല് രാവിലെ ഹോസ്പിറ്റലിൽ പോയതാണ്. പിന്നെ ജില്ലാ ആസ്പത്രിയിലൊക്കെ പോയാൽ കുറേ നേരം നിൽക്കണമല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് ലിനുമാനെ മാറ്റലും എല്ലാം കൂടി ആയപ്പോൾ ഞാനൊന്ന് പറഞ്ഞയച്ചില്ല കേട്ടോ ലിനുവിനെ. ഷെയ്മോള് പിന്നെ ഓടിട്ടോ. ഓളത് പിന്നെ ഓളെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓള് ഓടി ഭക്ഷണമൊക്കെ കഴിച്ചുകാണ്ട്. പിന്നെ ഇച്ചുമ്മാനെ പിന്നെ കുറച്ചൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. മുടി കെട്ടി കൊടുക്കാനൊക്കെ നമ്മൾ ചെയ്യണം. അതിന് നിന്നപ്പോത്തിന് ലിനുവിനെ നഴ്സറിക്ക് പറഞ്ഞേക്കാൻ കൂടിയില്ല. പിന്നെ ഒന്നും ഇപ്പം ഞാനിനി പറഞ്ഞേക്കാനാവില്ല എന്ന് കരുതി. കരച്ചിൽ, രണ്ടാളും നല്ല കരച്ചിൽ. അപ്പോൾ അവരെങ്ങനെ എടുത്തുകാണ്ടൊക്കെ നിൽക്കണ്ടേ. എവിടെയൊക്കെ മാറാലുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മാറാലുണ്ട്. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കഴുകാമെന്ന് കരുതികാണ്ടേ മാറാല തട്ടി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചിട്ട് കഴിഞ്ഞാൽ അടിഭാഗത്തൊന്ന് നന്നായിട്ട് സാബും വെള്ളമൊക്കെ ഇട്ടുകാണ്ട് കഴുകാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ടോ കഴുകിയിട്ട്. മറ്റേ ഞാൻ 1.5 കഴുകലുണ്ടായിരുന്നു അടിഭാഗം കേട്ടോ ഉരച്ചുകാണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കാക്കു രാത്രിയൊക്കെ നന്നായിട്ട് ഉരച്ച് കകല. അപ്പോൾ ഞാൻ മിഞ്ഞാത്ത വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞില്ലേ കാക്കുഞ്ഞി പണിക്കൊക്കെ പോയി എന്നാൽ കുഴങ്ങിക്കായിരിക്കും. അപ്പോൾ പിന്നെ പറഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാകാരം കരുതി ഓലിങ്ങനെ കുഴങ്ങി വരുന്നതല്ലേ. പിന്നെ ഇപ്പം അമ്മക്ക് എല്ലാം കൂടി കഴിയൂലല്ലോ.
അപ്പം പിന്നെ ഞാൻ എന്ത് കാട്ടി ഇന്നിപ്പം ഇനി ഏതായാലും ഞാൻ തന്നെ ഒന്നാണ് വൃത്തിയാക്കട്ടെ എന്ന് കരുതി. ഇനിയിപ്പോൾ അതൊക്കെ തീരുമ്പോഴത്തേന് രാത്രിയാവട്ടെ, ഒരുപാട് നേരമാകും. എന്നാലും വേണ്ടില്ല, ഇന്ന് തന്നെ ആ മുഴുവൻ പണികൾ തീർക്കും. അതാണ് ഇന്നലെ വീഡിയോസ് വിടാഞ്ഞ കേട്ടോ. ഇന്നലത്തെ പരിപാടികളൊക്കെ ചെയ്തതാണ്. പിന്നെ കുറച്ചൊക്കെ നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോവലൊക്കെ ആയിട്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഫുള്ള് ബിസി ആയിരുന്നു. അതാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇന്നലെ വരാഞ്ഞ കേട്ടോ. അപ്പോൾ അടിച്ചുവാരലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. ഇനി രാത്രിക്കത്തെ പരിപാടി കാണിച്ചു തരാം കേട്ടോ. ഒരു 10 മണി കഴിഞ്ഞിട്ടില്ല പരിപാടിയാണ്. മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഉരച്ച് കഴുകുകയാണ് കേട്ടോ. തുണ്ടൊക്കെ ഒന്ന് ഉരച്ച് കഴുകട്ടെ. കമ്പിച്ചണ്ടി ഇട്ട് കാണ്ടാണ് ഉരച്ച് കഴുകണം കേട്ടോ. നന്നായിട്ട് നമ്മൾ ആ ഗ്യാസൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം മെനക്കെട്ട് ഇങ്ങോട്ട് ഇറങ്ങണം, അല്ലാതെ ഒന്നും നടക്കൂല. നമ്മൾ നിങ്ങളൊക്കെ എടുക്കണ പോലെ ഒരു ദിവസം അവിടെയും ഇവിടെ ആയിട്ട് അങ്ങനെ എടുത്താൽ നമ്മളെ വീട്ടിൽ കാണൂല. ഒന്നാമത് എന്താ വെച്ചാൽ കുഞ്ഞു കുട്ടികളില്ലേ, അധികം ആളുകൾ എന്താ ചെയ്യുക, ഓരോ ഭാഗം ഇങ്ങനെ കഴുകി നന്നാക്കല. നമ്മളോട് അങ്ങനെ കഴുകി നന്നാക്കിയിട്ട് കാര്യമല്ല. അത് നന്നാക്കിയിട്ട് പിറ്റേ ദിവസം മറ്റേ നന്നാക്കുമ്പോൾ അതിന് കഴുകിയ ഭാഗമൊക്കെ രണ്ടാമത് വൃത്തികേടാവും കേട്ടോ. അപ്പോൾ ഇവരെ ഉറങ്ങിയിട്ടില്ല പരിപാടിയാണ് അടുത്ത പരിപാടികൾ കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയി. ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് മക്കളെയൊക്കെ ഉറക്കിയിട്ടുണ്ട്. ഞാൻ ചുമരുകളൊക്കെ ഒന്ന് ടൈലൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. അവിടെയൊക്കെ ഉച്ചൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഗിഫ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് അൺബോക്സിങ് ചെയ്യണ വീഡിയോ ചെയ്യണ്ട്. എന്തായാലും അടുക്കളയൊക്കെ വൃത്തിയാക്കട്ടെ. അടുക്കളയ്ക്കുള്ള സാധനങ്ങളൊക്കെയാണ് വന്നിക്കുന്നത് കേട്ടോ. എന്തായാലും അൺബോക്സിങ് വരും. എല്ലാവരും ഒന്ന് സ്കിപ്പ് അടിച്ചാതെ കാണുവേണ്ടി കേട്ടോ. റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ടേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി, ലൈക്കും ചെയ്യോണ്ടി. പിന്നെ ലേക്ക് നല്ല കമ്മിയുണ്ട്. എന്താ മക്കളെ ലേക്കുമ്പോൾ തൊടാൻ ഇത്ര മടി നിങ്ങൾക്ക്? അപ്പം ലേക്ക് കമ്മിയുണ്ട്. എല്ലാവരും ആ ലേക്കുമ്പോൾ ഞാൻ പറയുമ്പോഴെങ്കിലും ഒന്നും തൊടുകൊണ്ടിട്ടോ. ഇനി ഏതായാലും അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. എന്നിട്ട് അടിഭാഗത്തേക്ക് നോക്കട്ടെ കേട്ടോ. പിന്നെ അടിഭാഗത്തേക്ക് നോക്കിക്കാണ്ട് കമൻ്റ് ഇടല്ലേ കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങളൊക്കെ പോലെ ടൈൽസൊക്കെ ഇട്ട് ഇരിക്കാൻ നല്ല പൂതിയുണ്ട്. പക്ഷേ അതിന് സാധിക്കണില്ല. പഠിച്ചോനും അതിനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. അതിനു വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ഇതുമില്ലാത്ത ആളുകളില്ലേ. പിന്നെ നിലം എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ 3-4 ദിവസമായി ഉരച്ച് കഴുകിയിട്ട് എന്ന്. അതിൻ്റെ ചളി നന്നായിട്ട് കാണുന്നുണ്ടാവും കേട്ടോ. അതിന് ഇനി ഈ വൃത്തിയില്ലാന്ന് പറയല്ലേ നിങ്ങൾ. നമ്മളെ മക്കളൊക്കെ ഇതിൽ കൂടെയൊക്കെ തന്നെയാണ് വളരണമൊക്കെ കേട്ടോ, നടന്ന് വളരണമൊക്കെ. അപ്പോൾ അതിന് ബാഡ് കമൻറ്റ് ദയവ് ചെയ്ത് വിടരുത്. ഞാൻ ഒരുപാട് വട്ടങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോസ് വിടലില്ലായിരുന്നു. കുറേ ദിവസം നിങ്ങളെന്താ അടിക്കണമെന്നും കാണിക്കാത്ത പറഞ്ഞായിരുന്നു. 1 പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ഞാൻ വിട്ടു. അത് സാരമില്ലാത്ത കമൻ്റ് ഇടണോലും ഇട്ടോട്ടെ, ഞങ്ങൾക്കത് കാണാനും വേണ്ടിയിട്ടാണ് നിങ്ങളവിടെ വൃത്തിയാക്കണത് കാരണം. എന്തായാലും ഇത് നല്ലപോലെ വൃത്തിയാക്കേണ്ടത്. ഇതുപോലെ സാബു വെള്ളം ഇട്ടുകാണ്ട് നമ്മളെ നല്ല ചൂലുണ്ടല്ലോ, ഈർക്കിളി ചൂല്, അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങോട്ടേ അമർത്തിയിട്ട് ഇങ്ങോട്ട് കറ പറഞ്ഞുകാണ്ട് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പം അടിച്ചു വരുന്ന ഒച്ചയിട്ടാണ്ട് പൊന്നുമ്മ ഉണർന്ന് പോന്നു കേട്ടോ. ഓല അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് ബെഡിൽ നിന്നൊക്കെ എണീറ്റുകാണ്ട് ഓടും കേട്ടോ. രാവിലെ രാത്രി ആയാലൊക്കെ അങ്ങനെ തന്നെ. ഒന്നാമത് നമ്മൾ ഈ ലൈറ്റൊക്കെ ഇട്ട് വെക്കണോണ്ടേ പിന്നെന്താന്ന് ലൈറ്റ് നന്നായിട്ട് കെടുത്ത് കഴിഞ്ഞാൽ അവർ രണ്ടാളും അപ്പുറത്തും കിടക്കുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയൂല ആരാ എവിടെ കിടക്കണമെന്നൊക്കെ. ഒരട്ടൊക്കെ കട്ടിൽ വന്ന് വീണിട്ടുണ്ട്. അപ്പം അതാക്കണ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കണുണ്ട് കേട്ടോ. നമ്മൾ അധിക ദിവസം വൃത്തിയാക്കലുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങോട്ട് തുടച്ച് എടുക്കലുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒന്ന് തുടക്കാനേ കഴിയലുള്ളൂ, ഇപ്പം അടിക്കാൻ കഴിയലില്ല. അതാണ് അത്ര ചളി ഇങ്ങനെ കാണുന്നത് കേട്ടോ. പിന്നെ അടുക്കള ഭാഗമല്ലേ നന്നായിട്ട് ചളി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. നമ്മളധികവും വൃത്തിയാക്കലുണ്ട്. പിന്നെ ടൈലൊക്കെ ഇടട്ടെ ഇൻഷാ അല്ലാ, നമുക്ക് അതിനൊക്കെ ശരിയാക്കണം. അപ്പോൾ എല്ലാവരും എനിക്കും വേണ്ടിക്കാണ്ട് എല്ലാവരും ഒന്ന് ദുആ ചെയ്യോണ്ടി, ഒക്കെ ഒന്ന് പെട്ടെന്ന് നേരാകാനും വേണ്ടി. നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്താൻ കുറേയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇല്ലത് ബൗസിൽ നിൽക്കാനൊരു സമാധാനം ഒക്കെ റബ്ബ് തരട്ടെ അല്ലേ. അപ്പോൾ അതാക്കണ് എല്ലാം വൃത്തിയാക്കിക്കാണ്ട് റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഇനിയിപ്പോൾ പൊന്നുമ്മ എണീറ്റിട്ടുണ്ട്. ഞാൻ അതൊന്ന് പോയിക്കാണ്ട് ഉറക്കി കൊടുക്കട്ടെ. അപ്പോൾ കാക്കും അവിടെ നിൽക്കാണ്ട് അങ്ങനെ പറയുന്നുണ്ട്, മതി ബാക്കി ഞാൻ നോക്കിക്കോളാം, ഈ പോയിക്കോ കുട്ടീനെ ഉറക്കിക്കോ പറയുന്നുണ്ട്. ഉണർന്ന് നേർക്കുണ്ട്. ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറക്കുണ്ടാവില്ല, പിന്നെ എന്നെ ഉറങ്ങാനയക്കൂല.
അപ്പോൾ കാക്കു ഇങ്ങനെ ചീത്ത അറിയുന്നുണ്ട്, ഈ പോയിക്കാണ്ട് കുട്ടീനെ ഉറക്കിക്കോ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം അറിയുന്നുണ്ട്. നമ്മളേതായാലും ഇങ്ങോട്ട് ആകെ നനഞ്ഞ് വൃത്തികേടായില്ലേ, ഇനി ബാക്കിയും കൂടി അങ്ങോട്ട് മുഴുവനാക്കാലോ എന്ന് കരുതിക്കാണ്ട് എന്തൊരു പരിപാടിക്ക് ഇറങ്ങിയാലും അതാണ് മുഴുവനാക്കാൻ ഞാൻ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ കാക്കുവിൻ്റെ മേത്തും ആക്കണ്ടെന്ന് കരുതിക്കാണ്ട് അപ്പോൾ ഒക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗങ്ങളും. ഇനി ആ റൂമുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ്ട് അവിടെ അടിച്ചാണ്ട് അവിടെ കാക്കു നന്നാക്കിക്കോളാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഏതായാലും കുട്ടികളൊക്കെ ഒന്നില്ലേ, അപ്പോൾ കുറച്ച് ഭാഗ്യമേ കാണിച്ചു തരുന്നുള്ളൂ. പെര മുഴുവനും അടിച്ച് വൃത്തിയാക്കണ കാണിച്ചു തന്നാൽ ഇതന്നെ ആരം വീഡിയോയിൽ നിറച്ചു നിൽക്കുക. അപ്പോൾ പിന്നെ അത് കാണിച്ചു തരുന്നില്ല, അടുക്കള ഭാഗമൊക്കെ വൃത്തിയാക്കണമെന്നാണ് കാണിച്ചു തരിക എന്നുള്ളൂ. ബാക്കി ഇനി കാക്കുമൊക്കെ വൃത്തിയാക്കിക്കോളും. കാക്കു ചിരിച്ചിട്ടുണ്ട് കേട്ടോ, കുഴങ്ങിയോ ചോദിച്ചിക്കാണ്ട്. എന്താ വെച്ചാൽ മുഴുവനായിട്ട് കാക്കുവിനെ ഏൽപ്പിച്ചാനും വെച്ചല്ലോ കരുതിക്കാണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വൃത്തിയാക്കൽ കേട്ടോ. അതിനോരോ ബാഡ് കമൻറ്റും കൊണ്ട് ഇങ്ങോട്ട് വരല് കേട്ടോ മക്കളെ. നമ്മളില്ലത് തീർപ്പതിപ്പെട്ട് ജീവിക്കണ ആളുകളാണ്. പിന്നെ മൂത്രം ഒഴിച്ചാലും എന്ത് കാട്ടിയാലും അതൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കൂട്ടോ. ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.